അതായത് അനുകമ്പ നിനക്ക് ലഭിക്കാനുള്ള ഒരു മാർഗമാണ്. എന്താണ്? കുടുംബത്തിൽ നിന്ന് കിട്ടാത്തത്, സഭയിൽ നിന്ന് കിട്ടാത്തത് നീ കർത്താവിൻ്റെ തിരുസന്നിധിയെ പ്രകടിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായില്ലേ? കുടുംബത്തിന് കിട്ടാൻ ഞങ്ങൾ അഖണ്ഡ ജപമാലയോടെ ഇറക്കിയപ്പോൾ ചില ആൾക്കാർ മാതാവിനെ കണ്ട്, നമ്മൾ 2003 അഖണ്ഡ ജപമാല തുടങ്ങിയത്, 2004 അമ്മ പ്രത്യക്ഷപ്പെടുന്നു. ആ കാലങ്ങളിൽ ചില ആൾക്കാർ അമ്മയുടെ സുഗന്ധം അഖണ്ഡ ജപമാല നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്ത രീതി ഇങ്ങനെ പൊന്തി വന്ന് സ്വർഗീയ സുഗന്ധം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മാത്രം ഈ അനുഭവം കിട്ടാൻ എന്താ കാര്യമെന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പറയണമെന്നറിയാവോ? ഇവർ അഖണ്ഡ ജപമാലയിൽ നിന്ന് മുങ്ങി അവരെ നടന്നിട്ട് ഒരു 15 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തെണ്ടി നടക്കണേ, കുറച്ച് കല്ല് തരുവാന്ന്. അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ്? അത് ജപമാല ചെല്ലുമ്പോൾ മുട്ടയെ വിരിച്ച് പ്രാർത്ഥിക്കാനാണ്. ഞാനൊരു ദൈവം ഈ പണ്ടാരത്തിൻ്റെയൊക്കെ മുട്ടൊടിഞ്ഞു പോകത്തില്ലേ, എന്ത് പ്രാന്താണെന്ന്. പക്ഷേ ആ പ്രാന്ത് ഭയങ്കര പ്രാന്തായിപ്പോയി. പിന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തതാണ്, സഭയിൽ നിന്ന് കിട്ടിയതല്ല അത് കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല. അവർ റേഞ്ച് മാറ്റി. അവർക്ക് പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. എന്താ അറിയാവോ? പരിശുദ്ധാത്മാവിന് ദൈവസഞ്ചാരത്തെ അറിയാൻ പറ്റും. ദൈവം സഞ്ചരിക്കുകയും ദൈവം നിന്നെ സ്പർശിക്കുകയും ചെയ്യുന്ന എല്ലാം വരാതിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കുമെന്ന് ഈശോ പറഞ്ഞില്ലേ? അവൻ എന്നിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിന്നോട് പറയുമെന്ന്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന എല്ലാ ആന്തരിക ചോദനകളും പിതാവിനോടും പുത്രനോടും ചോദിച്ചിട്ട് പറയണതാണ്. ദൈവം എങ്ങനെ അനുഗ്രഹിക്കാൻ സാധ്യതയുണ്ടെന്ന് ആത്മാവ് അറിയാമെങ്കിൽ ആത്മാവ് പറയും, എൻ്റെ മകളെ നിൻ്റെ വിശ്വാസം സത്യമാണെന്ന്, എൻ്റെ മകനെ നിൻ്റെ വിശ്വാസം വ്യക്തമാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നീ ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കാൻ തയ്യാറായിരിക്കണം. ഈശോൻ്റെ സ്നേഹം അപ്പൻ എങ്ങനെയാണ് സ്വീകരിച്ചത്? അത് സത്യമാണെന്ന് തുണിയില്ലാതെ വിറകക്ഷത്തിൽ കിടന്നപ്പോഴേ അപ്പന് മനസ്സിലായി. നമുക്ക് മാത്രം മനസ്സിലായാൽ പോരാ, നമ്മളെ ദൈവത്തിന് മനസ്സിലാകണം. നിൻ്റെ ജീവിത നിലപാടുകൾ, നീ ഒരു വിഷയം എടുത്തു, നിൻ്റെ ഭർത്താവുമായിട്ട് നീ ഉടക്കി പിരിഞ്ഞിരിക്കണം. ചിലപ്പോൾ അയാൾ വേറെ പെണ്ണുങ്ങളോട് ബന്ധമുള്ള ആളാകാം, അല്ലെങ്കിൽ വെള്ളടിക്കാരനാകാം. അപ്പോൾ ചില ഭാര്യമാർ എന്നോട് ചോദിച്ചും പറയും, എൻ്റെ അച്ഛാ എന്തൊക്കെ സംഭവിച്ചാലും ഇയാൾ വേറെ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാലും ഞാനീ മനുഷ്യനെ കളയത്തില്ല. കാര്യം എന്താണ്? ആൾത്താറെ വെച്ച് എനിക്ക് തന്നതാണ്, എനിക്ക് പറ്റണ വരെ ഞാൻ പ്രാർത്ഥിക്കുക വെച്ചാൽ. എൻ്റെ ദൈവം ഞാനോർത്ത് നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. കൊല്ലംകാരത്തിയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടിയ അറിവ്? ദൈവജ്ഞാനമാണ് ഈ പറയണത്. എന്താ കാര്യം? ആ ആത്മാവിന് ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ എന്ന്. അപ്പോഴെന്താ? ഈശോനെ ജീവനോടെ സ്നേഹിക്കുന്ന ആള്. ഈശോനെ ജീവനോടെ സ്നേഹിച്ച കാരണം ഒരു ജീവിത പങ്കാളി വഴിവിട്ട് പോയിട്ട് അതിൻ്റെ ആദ്യം പുകയത്തേക്കാൾ ഉപരി ആ ജീവിത പങ്കാളിയുടെ ആത്മാവ് ഈശോയ്ക്ക് നഷ്ടപ്പെടുമല്ലോ എന്നോർത്തിട്ട് ആത്മാവിൻ്റെ പേരിലാണ് അവൾ കണ്ണീരെടുക്കണം. അല്ല ഭർത്താവ് വേറെ സ്ത്രീകളടുത്ത് പോയതിലല്ല. ആ മനുഷ്യൻ്റെ ആത്മാവിനെ എന്നെ ഏൽപ്പിച്ചതല്ലേ. ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ കൈപിടിച്ച് ഏൽപ്പിച്ചോ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന്. കർത്താവിനോട് ഇങ്ങനെ കുറേ പെണ്ണുങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറയും, മകളെ ധൈര്യമായി പോവുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതുപോലെ നീ ഉയരണം, അതുപോലെ നീ വളരണം. അപ്പം നിനക്ക് ദൈവത്തിന് നിന്നോട് അനുകമ്പം ഉണ്ടാവും. അപ്പം സഭയിൽ നിന്ന് കിട്ടിയ വിശ്വാസമല്ല, സമൂഹത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസമല്ല, നീ തന്നെ നിന്റെ ദൈവത്തെ കണ്ടെത്തി. കർത്താവിൻ്റെ വചനം പറയുന്നു, എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കുമെന്ന്. കൈ അടിച്ച് കർത്താവിനെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ, ദുരിതങ്ങളുടെ നടുവിൽ, കഷ്ടതകളുടെ നടുവിൽ ദൈവാത്മാവിൽ അഭിൽ പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ
വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ എൻ മുൻപിലെന്നപോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. Praise the Lord. Praise the Lord. കർത്താവിൻ്റെ ആത്മാവ് ഇപ്പോൾ സംസാരിച്ച വചനം ഇതാണ്. ജെറമിയ 29:14. ഏറ്റു പറയുക, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിത അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, തൊഴിൽ രഹിത അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കർത്താവായ ദൈവം സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താലോലിച്ചണ് ചിടുന്നു. അമ്മയെ പോലെ താലോലിച്ചണ് ചിടുന്നു. സമാധാനം കിളം തുറങ്ങാൻ തന്റെ മതിൽ ദിനം ദിനമാ, തന്റെ മതിൽ ദിനം ദിനമാ. സമാധാനം കിളം തുറങ്ങാൻ തന്റെ മതിൽ ദിനം ദിനമാ, തന്റെ മതിൽ ദിനം ദിനമാ. സ്തുതി